സോഷ്യൽ മീഡിയ കൂടുതൽ. അപ്പൊ എന്താണ് വിശേഷങ്ങൾ? ആനയൂട്ട് ഈ പ്രാവശ്യം ഗജപൂജ നടക്കണ വലിയ പരിപാടിയാണ്. 4 കൊല്ലത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്നത്. അത് 4 കൊല്ലത്തിലൊരിക്കൽ വേൾഡ് കപ്പാണ്. ഇനി അടുത്ത 4 കൊല്ലം കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഭാഗ്യം ഈ പ്രാവശ്യം കാണാൻ പറ്റിയത്. വന്നിട്ടുള്ള എല്ലാ ആനകൾക്കും ഇരുത്തി പൂജിക്കും. അതുകൊണ്ടാണ് ഇത്ര നേരം വൈകുന്നത്. സാധാരണ ഇത്ര നേരം എടുക്കാറില്ല, പെട്ടെന്ന് തീരാറുള്ളതാ. അപ്പൊ ഗജപൂജ എന്ന് പറഞ്ഞാൽ വടക്കുന്നാലിലെ മേൽശാന്തിമാരെ എല്ലാവരും ഇരുന്നിട്ട് ആനകൾക്ക് ഗജപൂജ അഭിഷേകം ചെയ്ത് നേദ്യം കൊടുത്ത് പൂജിച്ച് വെക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവർക്കും കൂട്ട് കൊടുക്കല്ലേ? ഇതെങ്ങനെയാണ് ഇത്രയും ചടങ്ങുകളൊക്കെ ഡീറ്റെയിൽ ചെയ്ത് കിട്ടുന്നത്? ഇതിന്റെ ഉള്ളിലല്ലേ കിടക്കണേ? അത് അമ്മേനെ ഇൻഫ്ലുവൻസ് ചെയ്താണോ? അമ്മ പറഞ്ഞു കൊടുത്തില്ലാണോ? അല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗജപൂജ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കൊല്ലം വരും. അന്ന് മുത്തശ്ശനോടെയും അച്ഛനോടെയും പിന്നെ അമ്മയോടുള്ള അമ്മ ഒരു ആന ഉണ്ടാവുമല്ലോ. പിന്നെ ആ ജീനാണല്ലോ അങ്ങനെ കിട്ടിയിട്ടാണോ? എല്ലാ തൃശ്ശൂർക്കാർക്കും ഉള്ളതാണ്. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറയില്ല ഇത് എനിക്ക് മാത്രം അറിയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അത് എല്ലാവർക്കും ഇവിടെ നിങ്ങളെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ ന്യൂ ജനറേഷനിലെ കുട്ടികൾക്ക് കുറച്ച് ഷോർട്ട് ഉണ്ടാവും. നമ്മൾ ഈ ടെമ്പിൾ ഓറിയന്റഡ് ആയി ഫുൾ ടൈം ഉള്ള കാരണം ഇതിലുള്ള പരിപാടികൾ എന്താണെന്ന് നമ്മൾ തപ്പിയെടുക്കും. എപ്പോഴാ തുടങ്ങുക, എത്ര മണിക്ക്, എല്ലാവരും നമ്മളിങ്ങനെ അറിയാൻ വേണ്ടി. സിനിമ യുവാക്കൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ലോകത